You were from Kerala. Yes, sir. I was Principal Secretary at Justice. I'm here at Joint Secretary. Neeraj sir, we have attached. Welcome. Please, sir. Most welcome. Learning it properly, maybe I will be able to put in my contribution, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. അല്ല, ഇതൊക്കെ എനിക്ക് തോന്നുന്നു മീഡിയയ്ക്ക് ഇതിനകത്ത് വലിയൊരു റോള് വഹിക്കാനുണ്ട് അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും എമിറ്റി എന്ന് പറയുന്നത് ടാഗ് ലൈൻ ആക്കണം. എനമിറ്റി ആവരുത്. അറ്റ്ലീസ്റ്റ് മറ്റു രാജ്യങ്ങളിലെ ജനസമൂഹങ്ങളിലേക്ക് ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു വിഘടനത്തിൻ്റെ അംശങ്ങൾ പാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കരുത്. നമ്മൾ യഥാർത്ഥ ഇന്ത്യ എന്താണോ അത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറും സത്യജിത്രയും ഒക്കെ നിർമ്മിച്ചിരുന്ന സിനിമയിൽ കണ്ട ഇന്ത്യ ഒട്ടുമേ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പം നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ രാഷ്ട്രീയ ലാഞ്ചന ഇല്ലാതുള്ള യഥാർത്ഥ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു അനാവരണം നിങ്ങളുടെ ഭാരതീയനെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വമായിരിക്കണം. ഒരു പത്രസ്ഥാപനത്തിൻ്റെയോ മാധ്യമ സ്ഥാപനത്തിൻ്റെയോ മുതലാളിയോടുള്ള ഉത്തരവാദിത്വമോ ആവരുത്. അവരുടെ രാഷ്ട്രീയത്തോടുള്ള ഉത്തരവാദിത്വമാവരുത്. ജനങ്ങളുണ്ടെങ്കിലേ നിങ്ങളുമുള്ളൂ, ഞങ്ങളുമുള്ളൂ. ഒരുപാട് സാധ്യതകൾ മണ്ണാണ് കേരളം ടൂറിസം രംഗത്ത്. അങ്ങനെ മനസ്സിലുണ്ടെങ്കിലും ആദ്യം അല്ല, അങ്ങനെ എനിക്കിവിടെ പറയാനൊക്കത്തില്ല. ഞാൻ ആദ്യം മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ സീനിയർ മിനിസ്റ്ററെ അറിയിക്കും, എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററെ അറിയിക്കും, ഷെഖാവത് ജിയെ. അദ്ദേഹം അത് സെൻസിബിൾ ആണെന്ന് തോന്നിയാൽ എന്നെ കൂടുതൽ അതിനകത്ത് എൻഹാൻസ്മെൻറ്റ്സ് ഉണ്ടോ അത് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കൺസോളിഡേറ്റഡ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റർ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ സെറ്റ് ചെയ്യും. കാരണം അത് കുറച്ച് വലിപ്പം കൂടിയതായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ചിലവാകുന്ന പണത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് വളരെ വളരെ ഭാരിച്ചതായിരിക്കും. അപ്പോൾ അത് പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരു ഫീസിബിൾ ഡ്രീം എന്ന് അദ്ദേഹത്തിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അത് സാധ്യമാവും. വിച്ച് വിൽ ബി റവല്യൂഷൻ ഇൻ ദി ടൂറിസം ഇൻഡസ്ട്രി. ഈ ആയുർവേദ ടൂറിസത്തെ കുറിച്ച് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ വാചാലം വരുന്നുണ്ട്. ആയുർവേദ ടൂറിസം ഞാൻ അന്നേ ആ സ്ഥലവും കണ്ടുവച്ചു. അദ്ദേഹം ആയുർവേദിക് ടൂറിസം എന്ന് പറഞ്ഞിടത്ത് ഞാൻ വൈദ്യരത്നവുമായി അവിടുത്തെ ഉണ്ണിമൂസ് ഡോക്ടറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിനുള്ള സ്ഥലവും ഞാൻ ഗുരുവായൂർ ഏങ്ങണ്ടിയൂർ പ്രദേശത്ത് ചാവക്കാട് പ്രദേശത്ത് അതിനുള്ള സ്ഥലവും കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കണ്ടൽ വനത്തിന് സാധ്യതയുള്ള ജലക്കെട്ടുകളുണ്ട്. അവിടെ കണ്ടൽ വനങ്ങൾ സൃഷ്ടിക്കും. ഒരു കണ്ടൽ ആയുർവേദ ടൂറിസം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് ഒരു കാഴ്ചയായിട്ട് മനസ്സിൽ വിരിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ സാധ്യമാകുന്നുള്ളത് അവിടുത്തെ സോയിൽ സ്റ്റഡി, അവിടുത്തെ മാഷി സോയിലിൻ്റെ സ്റ്റഡി, ഇതെല്ലാം നടക്കണം. അപ്പോൾ അങ്ങനെ വന്നാൽ എൻ്റെ മനസ്സിലുള്ളത് ഒരു 5-10 ഏക്കർ വെച്ച് കേരളത്തിലെ തനത് ആയുർവേദ നിർവാഹകർ എന്ന് പറയുന്ന ഒരു 5 സ്ഥാപനങ്ങളെയാണ് ഞാൻ കാണുന്നത്. ആ 5 സ്ഥാപനങ്ങൾക്ക് ആ സ്ഥല ഉടമകൾ ലീസിന് സ്ഥലം കൊടുത്തുകൊണ്ട് അപ്പോൾ അവർക്കും ഒരു വരുമാന മാർഗമാവും. ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റാതെ പാഴായി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ വന്നാൽ അത് ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എൻ്റെ ക്യാബിനറ്റ് മന്ത്രി മുഖാന്തരം അറിയിക്കും. അതായിരിക്കും, എനിക്കിത് ഇപ്പോൾ ഇരുന്ന് പറയേണ്ട കാര്യമല്ല, എങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോയതാണ്. ഇത് നടക്കണമെന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ ഇന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ പറ്റി. അനൂപ്, അദ്ദേഹത്തിന്റെ സിനിമകളിലുള്ളതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ കാലത്തും അതിന് മുൻപ് മത്സരിച്ചപ്പോഴൊക്കെയും അദ്ദേഹത്തിന് ഈ നാടിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ കേൾക്കുന്ന പോലത്തെ നെടുനീളൻ ഡയലോഗുകളിലൂടെ അല്ലെങ്കിൽ വളരെ ദൈർഘ്യമേറിയിട്ടുള്ള വാചകങ്ങളിലൂടെ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഇതാ പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതിനെ പറ്റി നമ്മളോട് ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ചിരുന്നു നേരത്തെ അനൂപിനോട്. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? അക്ഷയ, രണ്ടാമത്തെ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ടൂറിസം മന്ത്രാലയത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത്. പക്ഷേ സമയം
ചുമതല ഏറ്റെടുക്കാനുള്ള സമയത്തിന് വേണ്ടി അദ്ദേഹം കാത്ത് തൊട്ടപ്പുറത്തിരിക്കുകയാണ്. സീറ്റിലേക്ക് ഇരുന്നിട്ടില്ല. ഇപ്പോൾ അല്പസമയത്തിനകം ആ സീറ്റിലേക്ക് ഇരുന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. മാത്രവുമല്ല അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞ കാര്യം ഒരു ആയുർവേദ ടൂറിസം പദ്ധതിയെക്കുറിച്ചാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോകാൻ വൈശാഖ്, ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. ആയുർവേദ ടൂറിസം പദ്ധതി, അതായത് ഇപ്പോൾ ആദ്യത്തെ പദ്ധതി എന്ന നിലയ്ക്ക് തൃശ്ശൂരിൽ ചാവക്കാടിലൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത ശേഷം അവിടെ കണ്ടൽ വെച്ച് പിടിപ്പിക്കും. ആയുർവേദ കണ്ടൽ ടൂറിസം എന്ന ഒരു ആശയമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച് കഴിഞ്ഞ സുരേഷ് ഗോപി പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് 5 സ്ഥലങ്ങളിൽ 5-10 ഏക്കർ വീതം സ്ഥലം ഏറ്റെടുത്ത് 5 സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ലീസിന് സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഈ കണ്ടൽ ആയുർവേദ ടൂറിസത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കും എന്നുള്ളതാണ്. അങ്ങനെ സൗകര്യം ഒരുക്കി കഴിയുമ്പോൾ അത് ആ സ്ഥലത്തിൻ്റെ ഉടമ, ഒപ്പം തന്നെ സ്ഥാപനം, വരുന്ന ആളുകൾ എല്ലാവർക്കും ഒരു സൗകര്യമുണ്ടാകും എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഇപ്പോൾ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല ദക്ഷിണേന്ത്യക്ക് വേണ്ടി തന്നെ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ചുമതല ഏറ്റെടുക്കാൻ വന്ന ഉടനെ ഒരു ചെറിയ ചെടി നൽകി സ്വീകരിച്ച ടൂറിസം വകുപ്പ് സെക്രട്ടറിയോട് സുരേഷ് ഗോപി പറഞ്ഞത്. അത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ പുരി, കശ്മീർ, അതല്ലെങ്കിൽ ഒഡീഷയിലെ മറ്റ് ചില സ്ഥലങ്ങൾ, തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും എല്ലാം ചില ഇടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളെ മാറ്റി തീർക്കണം. വന്ന ആളുകൾക്ക് വീണ്ടും വന്നു പോകാനുള്ള ഒരു ചിന്ത നമ്മുടെ ടൂറിസം രംഗത്ത് ഉണ്ടാക്കിയെടുക്കണം. അത് രാജ്യത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കും. മാത്രവുമല്ല ഒരിക്കലും വന്ന ആളുകൾക്ക് വീണ്ടും വരിക എന്നതല്ല, ഈ സ്ഥലത്തെക്കുറിച്ചൊരു നല്ല ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന തോതിലുള്ള ഇടപെടൽ ഉണ്ടാവണം ടൂറിസം രംഗത്ത് എന്ന് സുരേഷ് ഗോപി പറയുന്നു. മാത്രവുമല്ല ഇതിനൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രശ്നമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അത് നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇനി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായാൽ, GDP-യെ തൊടുന്ന വിഷയങ്ങൾ ഉണ്ടായാൽ അത് ശക്തമായി ഇടപെടുമെന്നാണ്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ്, ടൂറിസം വകുപ്പിലെ ഒരു സ്റ്റാഫ് എന്നിവരെ വെച്ചുകൊണ്ട് ചില പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പിലാക്കും. അടുത്ത 25 വർഷക്കാലം ഇടപെടുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, പദ്ധതികളെ പറ്റിയൊക്കെ അത് രാജ്യത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ, രാജ്യത്തിന്റെ വികസനത്തിനായും ടൂറിസം രംഗത്തും ഒക്കെയും വികസനത്തിനായി പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനാവട്ടെ. നാടിന് നല്ല വരട്ടെ.